നിങ്ങളിൽ പലരും സാധാരണയായിട്ട് ടാക്സ് സേവിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നിക്ഷേപങ്ങൾ നടത്താറുണ്ട്. അത് ഇൻഷുറൻസ് പോളിസികളിൽ അടയ്ക്കുന്ന പ്രീമിയം ആകാം, മ്യൂച്വൽ ഫണ്ടുകളുടെ ELSS സ്കീമിലുള്ള നിക്ഷേപങ്ങളാകാം, NSC ഇതേപോലെയുള്ള നിക്ഷേപങ്ങളാകാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ട്യൂഷൻ ഫീസ്, ഇങ്ങനെ പല തരത്തിലുള്ള നിക്ഷേപങ്ങൾക്കും നമ്മൾ നടത്തുന്ന എക്സ്പെൻസസുകൾക്കും ATC എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ച് നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഒരു വർഷം നടത്തുന്ന 1.5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് കുറഞ്ഞ ടാക്സ് കൊടുത്താൽ മതി. ATCയിൽ ഉള്ള ടാക്സ് ഡിഡക്ഷനുള്ള നിക്ഷേപങ്ങൾ ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ലഭിക്കുകയുള്ളൂ. ന്യൂ ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇതേപോലെയുള്ള ടാക്സ് ഡിഡക്ഷൻസ് ലഭിക്കുകയില്ല. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ പല റിസ്ക് കാറ്റഗറിയിലുള്ള ആളുകളാകാം. പലരും പ്രിഫർ ചെയ്യുന്നത് വളരെ സേഫായിട്ടുള്ള ബാങ്കിലോ അല്ലെ പോസ്റ്റ് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് സ്കീമുകളിലോ നിക്ഷേപം നടത്തുവാനായിട്ടാണ്. ബാങ്കുകളിലുള്ള 5 വർഷത്തേനുള്ള ടാക്സ് സേവിങ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ 6.5% മുതൽ 7.5% വരെയും ഇൻട്രസ്റ്റ് ഇന്ന് കിട്ടുന്നുണ്ട്. മറ്റുള്ള നിക്ഷേപങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ബാങ്കിൽ ചെയ്യുന്ന ടാക്സ് സേവിങ് ഫിക്സഡ് ഡെപ്പോസിറ്റിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സുകന്യ സമൃദ്ധി, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, PF, NPS ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ ഇത് EEE കാറ്റഗറിയിലുള്ള നിക്ഷേപങ്ങളാണ്. എക്സംപ്റ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ടാക്സ് റിഡക്ഷൻ ലഭിക്കും. അതേപോലെ ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് ടാക്സ് ഫ്രീ ആണ്. ഇത് മെച്യൂരിറ്റി ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ടും കംപ്ലീറ്റ് ടാക്സ് ഫ്രീ ആണ്. EEE കാറ്റഗറിയിൽ പെടുന്ന ടാക്സ് സേവിങ് ഇൻസ്ട്രുമെൻറ്റ്സ് വളരെ കുറവാണ്. ഈ പറഞ്ഞ നിക്ഷേപങ്ങൾക്കെല്ലാം ലോക്കിൻ പീരീഡ് കൂടുതലുള്ള നിക്ഷേപങ്ങളാണ്. നിങ്ങൾ ദീർഘകാലത്തേന് നിങ്ങൾ നിക്ഷേപം നടത്തേണ്ടി വരും. അഥവാ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ELSS, അത് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമിലാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ അതൊരു മ്യൂച്വൽ ഫണ്ട് സ്കീമാണ്. ലാർജ് ക്യാപ് ഫണ്ടുകളായിട്ടാണ് മിക്കവാറും ELSS സ്കീമുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ സ്കീമിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ 3 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. നമ്മളിവിടെ സംസാരിക്കുന്നത് ബാങ്ക് ഡെപ്പോസിറ്റുകൾ, ടാക്സ് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റുകളെ കുറിച്ചാണ്. ടാക്സ് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റുകൾക്ക് നോർമലി 5 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ട്. നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ നിങ്ങൾക്ക് 5 വർഷത്തിന് ശേഷമാണ് ഈ പണം വിഡ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ. ബാങ്കുകൾ മുഖാന്തരം നടത്തുന്ന ടാക്സ് സേവിങ് ഡെപ്പോസിറ്റ് സ്കീമുകളുടെ ഒരു ഡിസഡ്വാൻറ്റേജ്, നിങ്ങളിതിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം ടാക്സബിൾ ആണ്. അതായത് ഓരോ വർഷവും ഇതിൽ നിന്ന് വരുന്ന ഇൻകത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു ബാങ്കിൽ ഇതേപോലെയുള്ള ടാക്സ് സേവിങ് ഡെപ്പോസിറ്റ് തുടങ്ങി നിങ്ങൾക്ക് ആ ബാങ്കിൽ നിന്ന് ഒരു വർഷം ലഭിക്കുന്ന ഇൻട്രസ്റ്റ് 40,000 രൂപയിൽ കൂടുതലാണെങ്കിൽ സാധാരണയായിട്ട് ബാങ്ക് 10% ടാക്സ് ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റിൽ നിന്ന് 10% ടാക്സ് ഡിഡക്റ്റ് ചെയ്താൽ ബാക്കി വരുന്ന എമൗണ്ടാണ് സാധാരണയായിട്ട് ബാങ്കിന് റീഇൻവെസ്റ്റ് ചെയ്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഫൈനലായിട്ട് ലഭിക്കുന്ന മെച്യൂരിറ്റി പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. നിങ്ങളെപ്പോഴും ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ട് നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾ PPFലോ സുകന്യ സമൃദ്ധിയിലോ NPSലോ മ്യൂച്വൽ ഫണ്ടുകളുടെ ELSSലോ ആണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരു ടാക്സ് ഡിഡക്ഷൻ്റെ കാര്യം വരുന്നില്ല. ELSSനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 3 വർഷം കഴിഞ്ഞ് ലോക്കിൻ പീരീഡ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തിന് ശേഷം ഏത് സമയത്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് ഈ പണം വിഡ്രോ ചെയ്യാം. ആ സമയത്ത് മാത്രം നിങ്ങൾ ഇതിന് ടാക്സ് കൊടുത്താൽ മതി. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ പ്യുവർലി ഇക്വിറ്റി ഫണ്ടായിട്ടുള്ള ELSSലും സെയിം പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യും. എന്നാൽ ഈ ബാങ്കിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് അതിൽ നിന്ന് ഓരോ വർഷവും ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കുക, അല്ലെ ബാങ്ക് അതിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യുക. ഇതിലുള്ള പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആകുന്നത് കാരണം നമുക്ക് ആക്ച്വലായിട്ട് ലഭിക്കുന്ന റിട്ടേൺസ് മറ്റുള്ള ടാക്സ് സേവിങ് സ്കീമുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താരതമ്യേന കുറവായിരിക്കും. ബാങ്കിലുള്ള ടാക്സ് സേവിങ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ELSS സ്കീമിനെ മറ്റും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സേഫാണ്. അതേപോലെ തന്നെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുമെങ്കിലും ഫൈനലായിട്ട് നമുക്ക് മെച്യൂരിറ്റി എമൗണ്ട് ലഭിക്കുമ്പോൾ മറ്റുള്ള നിക്ഷേപങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺസ് അല്ലെങ്കിൽ ഈൽഡ് വളരെ കുറവായിരിക്കും. NSC അതായത് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിലാണ് നിക്ഷേപം നടത്തുന്നതെങ്കിലും അതിൽ നിന്ന് ഓരോ വർഷവും ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. നിങ്ങളുടെ ഓരോ വർഷവും ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റും അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കി
അതിനും വേണമെങ്കിൽ നമുക്ക് ടാക്സ് ഡിഡക്ഷൻ ലഭിക്കും. അതാണ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇതേപോലെയുള്ള ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ട് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കൂടുതൽ റിട്ടേൺസ് നമുക്ക് ലഭിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ടാക്സ് അഡ്വൈസ് അല്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിലും ഗൈഡൻസ് ലഭിക്കണമെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്യുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്കും ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.